എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. ും തിരമാലയുമേറി വന്നാൽ ആഴികളെ നിർമ്മിച്ചോനൻ കൂടെയുണ്ടല്ലോ. ഊളങ്ങളും തിരമാലയുമേറി വന്നാൽ ആഴികളെ നിർമ്മിച്ചോനൻ കൂടെയുണ്ടല്ലോ. അരികിലുണ്ടല്ലോ നാഥൻ പടകിലുണ്ടല്ലോ. അരികിലുണ്ടല്ലോ നാഥൻ പടകിലുണ്ടല്ലോ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിടും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിടും. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. തീയിൽ ശോധന കഴിക്കുന്ന വിശ്വാസം. ഫെയ്ത്ത് ടെസ്റ്റഡ് ബൈ ഫയർ. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷകൾ അഭിമുഖീകരിക്കാത്തവരായി ആരെയും കാണുവാൻ പ്രയാസമാണ്, ഇല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷകൾ നേരിടാത്ത ഒരൊറ്റ കുഞ്ഞുമില്ല. അപ്രതീക്ഷിതമായ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നു വരാം. വന്നിട്ടുണ്ട്, വരുന്നുണ്ട്, ഇനിയും വരാം. ഞാൻ നിന്നെ സേവിച്ചിട്ട് ദൈവമേ ഈ പ്രതിഫലമാണോ നീ എനിക്ക് നൽകിയത് എന്ന് ചോദിച്ചു പോകാറുണ്ടോ? ചോദിച്ചില്ലേ? ഇപ്പോഴും ചോദിക്കുന്നില്ലേ? നാളെയും ചോദിക്കും. അതാണ് മനുഷ്യൻ. സകല വിശുദ്ധന്മാർക്കും പരീക്ഷകളിൽ കൂടി കടക്കേണ്ടി വന്നിട്ടുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവൻ കർത്താവ് കടന്നുപോയ വഴിയെ കടക്കേണ്ടി വരും. കർത്താവിനുണ്ടായ എല്ലാ അനുഭവങ്ങളും കർത്താവിനെ അനുകരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ പരീക്ഷകളിൽ കൂടി കടന്നുപോയത് കൊണ്ടാണ് അവർ വിശുദ്ധരായത്. കർത്താവിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പൊ ധരിച്ചിരിക്കുന്ന ഈ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, അതിനെ മാറ്റുകൂട്ടിയത് അത് തീയിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് കർത്താവിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മക്കളായ നമ്മൾ. പരീക്ഷകളെക്കുറിച്ച് വിവിധ പ്രതിവാദങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഈ വചനങ്ങൾ പലവട്ടം കേട്ടവയാണെങ്കിലും അവയെല്ലാം നമ്മെ പരീക്ഷഘട്ടങ്ങളിൽ പിടിച്ചു നിർത്തുവാൻ സഹായിക്കും. നമ്മളാരും നിന്നതല്ല, നമ്മളെ നിർത്തിയതാണ്. നമ്മളെ നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ എല്ലാവരുടെയും ബേസ്, അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. വചനം ഓരോ ദിവസവും പുതുശക്തി നമുക്ക് പകർന്നു തരും.
ആ തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 പത്രോസ് 4 അധ്യായം 12-13 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുകയും അങ്ങനെ നിങ്ങൾ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. കർത്താവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് വില കൊടുത്ത് നിർത്തേണ്ട ഒരു ബന്ധമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ നേടിയത് വില കൊടുത്താണ്. അതുപോലെ തന്നെയാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നോട്ട് സിംപ്ലി ഈസി ഗോയിങ്, വില കൊടുത്ത് തന്നെ നിൽക്കണം. അന്ത്യകാലത്തിൽ വെളിപ്പെടുന്ന ഒരു രക്ഷയുണ്ട്. ആ രക്ഷ അനുഭവിക്കുവാൻ ദൈവം നമ്മെ പരീക്ഷകളിലൂടെ കടത്തിവിടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നത്, സ്തോത്രം, ഇപ്പോൾ വായിക്കാൻ പോകുന്ന തിരുവചനം കുറിവാക്യമായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് 1 Peter 1:6-7, 1 പത്രോസ് 1 അധ്യായം 6-7 വാക്യങ്ങൾ. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിലെ അഗ്നിശോധനകളെല്ലാം തന്നെ നമ്മുടെ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും മാത്രമാണ്. 1 കൊരിന്ത്യർ 10 അധ്യായം 13 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അതൊരു പാക്കേജാണ്. ഹല്ലേലൂയ. ഒരു പാക്കേജാണ്. കർത്താവിൻ്റെ കൂടെ തുടങ്ങിയ യാത്ര അത് അതിൻ്റെ അന്ത്യത്തിൽ എത്തിക്കും വരെ ഈ ഒരു ഇരട്ടിപ്പങ്ക് അഭിഷേകം പരിശുദ്ധാത്മാവ് ദൈവം തന്നുകൊണ്ടേയിരിക്കും. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. ഒരു മനുഷ്യനല്ല വിളിച്ചത്, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവാണ്. സഹോദരി നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ ദുസ്സഹമായ പരീക്ഷകൾ നേരിടേണ്ടി വന്നു. സകലരും ഉപേക്ഷിച്ചു. സ്വന്തക്കാരും മിത്രങ്ങളും സ്നേഹിതരും ശത്രുക്കളായി. മകൻ സ്വയം രാജാവായി പ്രഖ്യാപിച്ചു. തലയിൽ മുണ്ടിട്ട് ചെരുപ്പ് പോലും ഇടാതെ കൊട്ടാരം വിട്ട് ദാവീദിന് ഓടേണ്ടി വന്നു. നിരാശനായ ദാവീദ് ദൈവത്തോട് ചോദിച്ചു. ഈ ദാവീദിന്റെ അനുഭവമുള്ള പലരും ഇപ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരി, ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. 43 സങ്കീർത്തനം 2 വാക്യം. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത്? ഹല്ലേലൂയ. പണ്ട് ലോകത്തിന്റെ വഴിയോടെ സഞ്ചരിച്ചപ്പോൾ ഇപ്പം അനുഭവിക്കുന്ന ഒരു വേദനയില്ലായിരുന്നു. പണ്ട് ലോകത്തിന്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ തോളിൽ കൈയിട്ട് ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ആ സന്തോഷം വർദ്ധിപ്പിക്കാനും ഒത്തിരി ആൾക്കാർ കുടുംബത്തുണ്ടായിരുന്നു, ദേശത്തുണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു, ജോലിസ്ഥലത്തുണ്ടായിരുന്നു. ബട്ട് നൗ യു ആർ എലോൺ. എല്ലാവരും തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ എല്ലാവരും സ്വീകരിക്കും. ആ പഴയ കൂട്ടുകെട്ടിലേക്കൊന്ന് തിരിച്ചു വന്നാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. വെള്ളവടി കമ്പനി വിട്ടതുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ, അതാർക്ക് വേണ്ടിയാ? രക്ഷകനായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. അപ്പോൾ ദാവീദിന്റെ അനുഭവമാണത്. അപ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 43 2 വാക്യം. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞതെന്ത്? ശത്രുവിന്റെ ഉപദ്രവഹേതുമായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? എന്നാൽ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനാ സങ്കീർത്തനങ്ങൾ രചിച്ചു. എല്ലാ സങ്കീർത്തനങ്ങളിലും ദാവീദിന്റെ ദൈവത്തിലുള്ള പ്രത്യാശ നമുക്ക് ദർശിക്കാം. അങ്ങനെ ഒരു സങ്കീർത്തനമാണ് 43 സങ്കീർത്തനം 5 വാക്യം. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പുറകോട്ട് പോകത്തില്ല. പുറകോട്ട് ദാവീദ് പോയുമില്ല. ഹല്ലേലൂയ. നീതിമാൻ അനർത്ഥങ്ങൾ അനവധിയാണ്. അപ്പോൾ പിന്നെ നീതിമാനല്ലാത്തവൻ്റെ അവസ്ഥ പറയണോ? യാക്കോബിന്റെ ലേഖനം 1:12 നമ്മളെ പഠിപ്പിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി,
ഒരു ജീവകിരീടം പ്രാപിക്കാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കിരീടം എടുത്ത് തല വയ്ക്കരുത്. സ്തോത്രം. ലഭിക്കാനിരിക്കുന്ന കിരീടത്തിൻ്റെ ഭാഗ്യം നഷ്ടമാകും. യാക്കോബിന്റെ ലേഖനം 1:12 നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കോടിക്കണക്കിന് ആസ്തി ബാങ്കിലുള്ളവൻ ഭാഗ്യവാനാണെന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല. അപ്പൊ കർത്താവിന് വേണ്ടി പരീക്ഷ സഹിക്കുന്ന ഒരു ഭാഗ്യമാണ്. എത്ര ഭക്തിയോട് ജീവിച്ചാലും ദൈവം പരീക്ഷകൾ അനുവദിക്കും. ഹിസ്കിയാവ് നീതിയുള്ള രാജാവായിരുന്നു. ഹിസ്കിയാവ് പിച്ചള സർപ്പ ആരാധന നിർത്തൽ ചെയ്തവനാണ്. എന്നാൽ ഹിസ്കിയാവിന് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പരീക്ഷയെ നേരിടേണ്ടി വന്നു. മാരകമായ ഒരു രോഗം. രാജാവ് മരിച്ചു പോകുമെന്ന് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ദൂതറിയിച്ചു. ഹിസ്കിയാവ് ചുവരിനോട് മുഖം ചേർത്ത് വെച്ച് കരഞ്ഞു. താൻ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ദൈവത്തെ ഓർമ്മപ്പെടുത്തി. ഹിസ്കിയാവിന്റെ നിലവിളി ദൈവത്തിന്റെ തീരുമാനം മാറ്റി. ഹിസ്കിയാവിന്റെ ആയുസിനെ 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് അങ്ങനെ ഒരു ഹൃദയം കൂടി ഉണ്ട് കേട്ടോ, ഒന്നും മറന്നുപോകരുത്. നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ട സകലതിനെയും ദൈവം തിരിച്ചു നൽകും. എന്നോട് ചേർന്നൊരു ആമേൻ പറഞ്ഞു. ആമേൻ. ഒരു ആമേൻ കൂടി പറഞ്ഞു. ആമേൻ, ആമേൻ, ആമേൻ. അതിന് പരീക്ഷാഘട്ടങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം. ഇസ്രായേൽ ഭരിച്ച നല്ലൊരു രാജാവായിരുന്നു യഹോശാഫത്ത്. അദ്ദേഹം യഹോവയെ ഭയപ്പെടുന്നവനായിരുന്നു. അദ്ദേഹത്തിന് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. 3 രാജാക്കന്മാർ ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം രാജ്യത്തിൽ ഒരു ഉപവാസം പരസ്യം ചെയ്തു. ജനം മുഴുവനും ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ യുദ്ധത്തിന്മേൽ ദൈവം ജയം നൽകി. ഹല്ലേലൂയ. യുദ്ധം വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കണം. ജീവിതത്തിൽ യുദ്ധം കടന്നു വരുമ്പോൾ, പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ മനുഷ്യന്റെ മുഖത്ത് നോക്കി കരയരുത്. കരയേണ്ടവന്റെ മുഖത്ത് നോക്കി കരഞ്ഞാൽ ഹല്ലേലൂയ വിജയം നിശ്ചയം. ജീവിതത്തിലെ യുദ്ധങ്ങളെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഓടിക്കണം. ഘോര പരീക്ഷകൾ കൂടി കടന്നുപോയപ്പോൾ ഇയ്യോബ് പറഞ്ഞത് എന്താണെന്നറിയാവോ? ഇയ്യോബിന്റെ പുസ്തകം 19:23-24. അയ്യോ, എൻ്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. നശിച്ചു പോകുന്ന പുസ്തകത്താളുകളിൽ ഇയ്യോവിന്റെ വിശ്വാസം എഴുതി വയ്ക്കാനല്ല ഇയ്യോവ് പറഞ്ഞത്. ഇരുമ്പാണിയും ഈയവും കൊണ്ട് ഒരിക്കലും മാഞ്ഞു പോകാതിരിപ്പാൻ പാറയിലാണു കൊത്തുവാൻ പറഞ്ഞത്. എന്താണ് ആ വചനം? ഇയ്യോവിന്റെ പുസ്തകം 19:25-27 വരെയുള്ള വാക്യത്തിൽ കിടപ്പുണ്ട്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഹല്ലേലൂയ. അസ്വർഗീയ ദർശനമുള്ള വിശുദ്ധന്മാരുടെ ഹൃദയത്തിലെ ഒരു നിശ്ചയമാണ് വചനത്തിലൂടെ തെളിഞ്ഞു നിൽക്കുന്നത്. സ്തോത്രം. കർത്താവിനെ കാണണ്ടേ. വെറുതെ ഇങ്ങനെ വിശ്വാസിയാണെന്ന് പറഞ്ഞ് പോയാൽ മതിയാ? ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളെ തരണം ചെയ്യാൻ സ്വർഗം ശക്തി തരും. യോവപ്പച്ചനെ പോലെ പറയണം, ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ കർത്താവിനെ കാണും. ഈ ഒരു പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പരീക്ഷകളിൽ ഈ വചനം പലവട്ടം ഏറ്റു പറയാം. നാം നമ്മുടെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്ന സമയം അടുത്തു വരുന്നു. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അവസാന സമയത്താണ് നാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. കുത്തിയവെങ്കിലേക്ക് നോക്കേണ്ട സമയം ഇസ്രായേൽ ജനത്തിനായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നഷ്ടമായ സകലതും ദൈവം മടക്കിത്തരും, തന്നിരിക്കും. ജീവനുള്ളവരുടെ ദേശത്ത് നാം ദൈവത്തിൻ്റെ നന്മ കാണുക തന്നെ ചെയ്യും. ഈ പ്രത്യാശയോടെ, ഈ ബലത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തുപരിപാലിച്ച ആരോഗ്യത്തോടെ തിരുസന്നിധിയിൽ കൂട്ടിവരുത്തിയതിനായി നന്ദി പറയുന്ന കുടുംബത്തോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധരെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ
ഞങ്ങൾ നേരിടുന്ന എല്ലാ പോരാട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള സ്വർഗീയ ശക്തി ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ യൗവനത്തിൽ വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളിയെ തരണം ചെയ്യുവാൻ മക്കളെ സഹായിക്കണം. ഒരേ ഒരു ദൈവം യേശുക്രിസ്തു മാത്രമാണെന്നും അത് ജീവനുള്ള ദൈവമാണെന്നും ഹല്ലേലൂയ കൂട്ടുകാരോടും കുടുംബക്കാരോടും സധൈര്യം പ്രഘോഷിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. സകല ഭയവും മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഓ സ്തോത്രം. അവരെ തകർക്കാൻ നോക്കുന്ന സകല അന്ധകാര പോരാട്ട ശക്തികളെ തരണം ചെയ്യുവാൻ സ്വർഗം മക്കളെ സഹായിക്കുന്നതിനായി സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാൾക്കുനാൾ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കുന്നെങ്കിലും അകമേ ഉള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിച്ച് പ്രത്യാശയോടെ അങ്ങയെ മുഖാമുഖം കാണുവാനുള്ള ഒരുക്കത്തോടെ ആയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, തോട്ടങ്ങളെ, ഓഫീസുകളെ, ബിസിനസ്സിനെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവേ. അവ ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അറിയുന്നു. അവയ്ക്ക് അവിടുന്ന് മറുപടി കൊടുത്തിരിക്കുക സ്തോത്രം. അവിടുന്ന് സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയതിനായി സ്തോത്രം. ബന്ധനങ്ങളെ അഴിച്ചതിനായി സ്തോത്രം. നിരാശകളെ മാറ്റിയതിനായി സ്തോത്രം. പ്രത്യാശ കൊടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. രാജ്യങ്ങൾ സമാധാന സന്ധിയിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമേരിക്ക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. UK ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക ഇടങ്ങളിൽ മാറ്റമില്ലാത്ത തിരുവചന സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന മക്കളെ അകാരണമായി ജയിലിൽ അടച്ച് ഹല്ലേലൂയ സുവിശേഷ വേലയെ തകർക്കാൻ നോക്കുന്ന അന്ധകാര പോരാട്ട ശക്തികൾ ഈ പ്രഭാതത്തിൽ എൻ്റെ കർത്താവിൻ്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ദേശമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുമാറി ഹല്ലേലൂയ ജീവനുള്ള ദൈവമായ അങ്ങേ കോടിക്കണക്കിന് ജനങ്ങൾ അങ്ങേ ദർശിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവിധ ആവശ്യങ്ങൾക്കായി പുറപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. അങ്ങയുടെ ദൂതന്മാരെ അവർക്ക് മുൻപേ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കരമാർഗം, വായുമാർഗം, ജലമാർഗം സഞ്ചരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിന് കീഴിൽ മക്കളെ സൂക്ഷിക്കണം. സുരക്ഷിതമായി ഭവനങ്ങളിൽ എത്തുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം. വഴിമധ്യം ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും അവിടുന്ന് മാറ്റുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയെ യാചന കേട്ടിരിക്കുക. നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൻ ഭാഗ്യമോർക്കുമ്പോൾ ഈ ലോക കഷ്ടമൊന്നും സാരമാക്കേണ്ട. ക്രിസ്തീയ ജീവിതത്തിൻ ഭാഗ്യമോർക്കുമ്പോൾ ഈ ലോക കഷ്ടമൊന്നും സാരമാക്കേണ്ട. എത്തിച്ചേർന്നിടും നമ്മൾ നിത്യരാജ്യത്തിൽ. എത്തിച്ചേർന്നിടും നമ്മൾ നിത്യരാജ്യത്തിൽ. നിത്യയുഗങ്ങൾ നാഥൻ കൂടെ വാണിടാം. നിത്യയുഗങ്ങൾ നാഥൻ കൂടെ വാണിടാം. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ.
എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ.